മൈ ഡിയർ ലിറ്റിൽ ഏഞ്ചൽ കലക്കിയല്ലോ. അസലായിട്ട് പാടി. താങ്ക് യു പറയോ പ്ലീസ്. എങ്കിൽ ഞാൻ അങ്ങോട്ട് പറയാം. താങ്ക് യു ഞാൻ തന്നെ പറയാം. പിന്നെ ബാക്കി ചില സംഗതികൾ ലാസ്റ്റില് അതൊക്കെ അറ്റംപ്റ്റ് ചെയ്തു. സൂപ്പർ ആയിരുന്നു. താങ്ക് യു. പിന്നെ എന്താണ് ഹൈ പിച്ചൊക്കെ നമ്മൾ പുഷ്പം പോലല്ലേ പോകുന്നത്. നമ്മൾ വിചാരിക്കും ദാരിധീര താര അവിടെയൊക്കെ പോകുന്നു വിചാരിക്കും. പക്ഷെ വെറും നിഷ്പ്രയാസം പോകും. അടിപൊളി. താങ്ക് യു. എന്തായാലും മോളെ സെലക്ഷനും കൊള്ളാം, പാടിയതും വളരെ നന്നായിരുന്നു. കാരണം ഈ കൊച്ചു പ്രായത്തിൽ തന്നെ ഇത്ര ഓർത്ത് പാടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. താങ്ക് യു. നന്നായിരുന്നു. താങ്ക് യു. പിന്നെ ചില പാട്ടിന് ഇങ്ങനെ സങ്കടമുള്ള ട്യൂണൊക്കെ ഉണ്ടാക്കിയത് എന്തിനാണ് ചെയ്തത്? ഓരോ പാട്ടിന് ഓരോ കാര്യങ്ങൾ. അമ്മ തിരുവേറെന്നുള്ള പാട്ടിന് അത് കേൾക്കുമ്പോൾ കരച്ചിലായിരുന്നു. മായാമഞ്ചൽ എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ കരച്ചിൽ വരുന്നു. പിന്നെ മംഗളരുളു എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ ഉറക്കം വരുന്നു. പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നു. ഇങ്ങനെ ഓരോ പാട്ടിനും ഓരോ കാരണങ്ങൾ എന്തിനാണ്. എല്ലാത്തിനും ഉറങ്ങുമായിരുന്നു. പോട്ടെ മക്കളെ, സോറി, ക്ഷമിക്കേട്ടോ ശരതങ്ങളിനോട്. ഇനി ഞാൻ ഇങ്ങനൊന്നുള്ള പാട്ട് ഉണ്ടാക്കത്തില്ല. ചക്കര നന്നായിട്ട് പാടി. ചക്കര കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയട്ടെ. എന്റെ പൊന്നെ കുഞ്ഞേ, എന്നെ നോക്ക് ചക്കര. മക്കളെ, ആ കന്നിവേൽ അവിടെ തൊട്ട് താളത്തിനൊരു മറിയലുണ്ടായിരുന്നു. പക്ഷെ മക്കള് അത് കൃത്യമായിട്ട് പൂച്ച പൊക്കി ഇട്ട പോലെ 4 കാലിൽ വീണു. കൃത്യം കേട്ടോ, അത് വളരെ ഭംഗിയായി. ഓക്കെ മക്കളെ, താങ്ക് യു. സൂപ്പർ. അടിപൊളി, ഒരു രക്ഷയില്ല. പിന്നെ ഇന്ന് മുതൽ മാർക്കാണോ, ഗോൾഡൻ സ്റ്റാറാണോ, സിൽവർ സ്റ്റാറാണോ, അതോ ഒന്നുമില്ലയോ, അതോ പൂക്കുറ്റിയില്ലയോ? കാര്യത്തിലേക്ക് വരാൻ. പിന്നെ മാർക്ക് വേണോ, പൂക്കുറ്റി വേണോ, ഗോൾഡൻ സ്റ്റാർ വേണോ? 3 ഓപ്ഷൻ. പൂക്കുറ്റി. ആദ്യ ഒരു ഗോൾഡൻ സ്റ്റാർ പൂക്കുറ്റി. വെരി ഗുഡ്, വെരി